ഹരേ കൃഷ്ണ. രാധേ രാധേ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഗോപന്മാർക്കും കൃഷ്ണഗാഥ ഹാപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീമതി രാധാറാണിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ശ്രീമതി രാധാറാണിയുടെ മറ്റു നാമങ്ങളാണ് രാധിക, കിഷോരി, സ്വാമിനി അല്ലെങ്കിൽ പ്രിയാജി എന്നിങ്ങനെ അറിയപ്പെടുന്നു. രാധ അല്ലെങ്കിൽ ശ്രീമതി രാധാറാണി ഒരു സാധാരണ ഗോപികയല്ല, മറിച്ച് ഏറ്റവും സവിശേഷമാണ്. രാധാറാണി കൃഷ്ണനിൽ നിന്നും വ്യത്യസ്തയല്ല, രണ്ടും ഒന്നു തന്നെയാണ്. ശ്രീരാധയെയും കൃഷ്ണനെയും ആർക്കും പൂർണ്ണമായി വർണ്ണിക്കാൻ കഴിയില്ലെന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നു. ചില ആധികാരിക പരാമർശങ്ങൾ കേട്ടാൽ ശ്രീമതി രാധാറാണിയുടെ മഹത്വത്തെക്കുറിച്ച് ഒരു ചെറിയ ധാരണ ലഭിക്കും. പക്ഷേ അതും പൂർണ്ണമായി രീതിയിലല്ല. രാധയും കൃഷ്ണനും ഒരു ആത്മാവാണെങ്കിലും വ്യത്യസ്ത രസങ്ങളെ അല്ലെങ്കിൽ മാനസികാവസ്ഥയെ വിലമതിക്കാൻ അവർ രണ്ട് വ്യത്യസ്ത ശരീരങ്ങളുടെ രൂപം സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. എല്ലാ രസങ്ങളും പ്രേമരസമാണ് ഏറ്റവും ഉന്നതവും ഉദാത്തവുമായത്. കൃഷ്ണനെ പൂർണ്ണചന്ദ്രൻ എന്നും രാധാറാണിയെ ചന്ദ്രൻ്റെ കാന്തി എന്നും വിളിക്കുന്നു. കൃഷ്ണനെ ശക്തിമാൻ, അതായത് ഏറ്റവും ശക്തൻ എന്നും രാധാറാണിയെ ശക്തി എന്നും വിളിച്ചിട്ടുണ്ട്. കൃഷ്ണനും രാധയും ഒന്നാണ്. ഒരു മനസ്സ്, ഒരു ബുദ്ധി, ഒരു ഹൃദയം, ഒരു ആത്മാവ് എല്ലാം ഒന്നാണ്. രാധാറാണിയും കൃഷ്ണനും ഒരു തരത്തിലും വ്യത്യസ്തരാണെന്ന് നമുക്ക് പരാമർശിക്കാനാവില്ല. രാധാറാണിയുടെ ഗൃഹം ബർസാനയിലാണ്. ശാശ്വതമായ ഭവനം ഗോലോക വൃന്ദാവനം. ജനിച്ചത് റാവലിലാണ്. പിതാവ് വൃഷഭാനു, മാതാവ് കീർത്തിയമ്മ, സഹോദരൻ ശ്രീധാമാവ്. സീതയുടെയും രുക്മിണി, ലക്ഷ്മി എന്നിവരുടെ വിപുലീകരണങ്ങളാണ് രാധാറാണി. വസ്ത്രത്തിൻ്റെ നിറമാവട്ടെ നീലയും ചുവപ്പും. അത്യന്തം പ്രിയപ്പെട്ട ഭക്ഷണം അവിലാണ്. ചൈതന്യ ചരിതാമൃതം, ശ്രീമദ് ഭാഗവതം, വൃന്ദാവന മഹിമാമൃതം, രാധാ രസ ശുദ്ധനിധി, ഉജ്ജ്വല നീലാമണി, വിലാപ കുസുമാഞ്ജലി, പത്മപുരാണം എന്നീ വേദഗ്രന്ഥങ്ങളിലാണ് ശ്രീമതി രാധാറാണിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ. എല്ലാ ഗോപന്മാരെയും ഭഗവാൻ കാത്ത് പരിപാലിക്കുന്നതിൽ നന്ദി അർപ്പിക്കുന്നു.